guys, welcome back to my YouTube channel. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് വ്ളോഗ്? അതെ, അൺബോക്സിങ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഗായ്സ് അൺബോക്സിങ് ചെയ്യല്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ കുറേ ദിവസങ്ങൾ എനിക്കാണ് തോന്നുന്നത് കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നുണ്ട് കുറേ ദിവസമായി ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് എത്തിച്ചു നോക്കിയിട്ട് പോലും. കാരണം ഞാൻ അറിയാണ്ട് തന്നെ കുറേ സാധനം വീഡിയോ കൊടുത്തിട്ട് വിടുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്ന് ഇപ്രാവശ്യം വാപ്പോടുന്ന സാധനങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വാപ്പോടുന്ന സാധനങ്ങളെല്ലാം അതും കൂടിയിട്ട് ഞാൻ എൻ്റെ ടേബിൾ മണൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നോക്കിയില്ല, അല്ലാവും ആദ്യത്തെ അലമാരിയിൽ കൊണ്ടുവച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇപ്രാവശ്യം സാധനം കൂടിയിട്ട് വീട്ടിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ അൺബോക്സിങ് വ്ളോഗ്. സംസാരിച്ചിട്ട് അത് നേരം കഴിയുന്നില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ് അപ്പോൾ കൊണ്ടുവച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഗൈസ്. ഞാൻ ആദ്യം നോക്കത്തിൽ എനിക്കിതൊന്നും മനസ്സിലായില്ല കേട്ടോ ഗൈസ്, സത്യം എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാനതൊന്ന് തുറന്നു നോക്കി, തുറക്കാൻ പോകാണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനൊക്കെ പോലെ കാര്യമില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഗിലൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റത്തില്ല, സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല കാര്യം നമുക്ക് നമ്മളെ പെൻസിൽ ഷാർപ്പനറാണ് ഗൈസ്, ഇത്രയും വലിയ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ വരെ ഒന്ന് പിടിക്കണത് ഗൈസ്. ഞാൻ കുറേ വീഡിയോസിൽ നമ്മൾ സാധനം കണ്ടിട്ടുണ്ടാവും ഞാൻ തിരിക്കുന്ന ഷാർപ്പനറും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ ഇതാണ് ഗൈസ് തിരിക്കുന്ന കട്ട. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നേരെ ലാഗ് ആക്കുന്നത് ഗൈസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറൈസറാണ്. നമ്മൾ എന്നിട്ടാണ് ഓരോ സ്കൂളിൽ പണ്ടല്ല എൻ്റെ ഈ ഒരു ജനറേഷനിൽ കുട്ടികളൊക്കെ റബ്ബറൊക്കെ വന്നിട്ട് എന്തിനാ സ്റ്റഡി കാണാൻ എനിക്ക് തരുമോ തരില്ല. അപ്പം നമുക്ക് വാപ്പൊക്കെ കോൺവെച്ചുണ്ട് ഗൈസ്, ഞാൻ ഷെയർ ചെയ്യാം പരമാവധി നോക്കും. അപ്പോൾ ഇതിൽ ഡൈനോസേഴ്സ് ആണ് ഗൈസ്. ഇത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞത്. പിന്നെ ഇത് വേറെ ഒരു പച്ച കളറ് കൊമ്പ് പോലത്തെ. പിന്നെ ഇത് ഇങ്ങനെ തുറണം. അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. ഈ ഒരു കുഞ്ഞി ഇത് നിറച്ചുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കും അടുത്തേക്ക് കിടക്കാം. നമ്മൾ രണ്ടെണ്ണം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ ആണ്. ഇതിപ്പോൾ എല്ലാവരും അമ്മമാർ കൊണ്ടുവരുമ്പോഴും നാട്ടിലൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒന്ന് എടുത്ത് വാങ്ങിച്ചതാണ്. ഗമ്മൊക്കെ ഉണ്ട് കഴിച്ചു. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാൻ കുറച്ച് പടത്തുകൊണ്ട് ഞാൻ എടുത്ത് വയ്ക്കാണ്. നമുക്കറിയാമല്ലോ മറ്റേ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഗമ്മ്. നെക്സ്റ്റ് ഫോൾ ഈ ഒരു ഐഡൂന് എനിക്ക് മിക്സ് ആയിട്ടാണ് കേട്ടോ സാധനങ്ങൾ. അപ്പോൾ ഇത് ഐഡൂൻ്റെ കാറാണ്. ഇത് ഐഡൂ കണ്ടതേ ആ കാർ അത് വാങ്ങി ഇത് വാങ്ങാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കാറാണ്. സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ആവശ്യം ഉണ്ടാവും വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കുഞ്ഞി കാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവില്ല ഗൈസ് ഒന്നും. ഇത് നമ്മൾ ചോക്കൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി കാറിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. അതായത് ഇങ്ങനെ രണ്ട് ഇത് അന്തം ഇത് വെച്ച് കാണിച്ചു വയ്ക്കും. ഇതാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് കുറച്ച് വെറൈറ്റി പെൻസ് കണ്ടാൽ നമുക്ക്. അപ്പോൾ ഒന്നാമത്തത് ഇങ്ങനത്തെ പെന്നാണ്. നമ്മളിങ്ങനെ പൂമ്പളൊക്കെ കാണാറുള്ള സാധനമാണ് ഗൈസ്. നമ്മളൊരു പൂരത്തിനൊക്കെ പോകുമ്പോൾ അപ്പോൾ അതുപോലത്തെ ഒരു കീ ചെയിനൊക്കെ ഉള്ളത്. പിന്നെ ബോയ്സിൻ്റെ നമുക്ക് നമ്മളെ ജേഴ്സി ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം. അത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഇങ്ങനെ ആവും. പിന്നെ ഇത് ഇങ്ങനെ സാധനം ഇങ്ങനെ ഞെക്കിയത് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ സാധനം പോകും. ഞെക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് മേലേക്ക് പോകും. അപ്പോൾ സംഭവം കൊള്ളാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാൻ, അല്ല രണ്ടാമത്തെ പാൻ. ഇനി സാധാരണ നമ്മൾ ഗൾഫിൽ നിന്ന് പോകുന്നത് ടിക് പാനുകളാണ് ഗൈസ് ഇത്. പിന്നെ വീണ്ടും ഫുട്ബോൾ ഇങ്ങനെ ആക്കും, ഇങ്ങനെ മേലേക്കാക്കും. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, രസമുണ്ടല്ല. പിന്നെ വേറെ ടെഡിയാണ്. ഇതെനിക്ക് ഏത് കാർട്ടൂണിട്ടൊന്നും അറിയില്ല ഗൈസ്, അതുപോലെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സാധനത്തിനാണ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത് പറഞ്ഞാൽ ഇതുപോലത്തെ കവിൻ്റെ പാൻ ഗൈസ്. ഇതെൻ്റെ ഞാൻ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത്ര ക്യൂട്ടായി എനിക്ക് കാണാൻ വെച്ചാൽ പിടിച്ചിട്ടൊക്കെ എഴുതുമ്പോൾ ആ കനം കൊണ്ട് നമ്മളെ മനസ്സിലറിയുന്ന എനിക്കൊരിതുണ്ട്. ഇഷ്ടം മൂടി ഇതാണ് ഗൈസ് മൂടീൻ്റെ. എന്നാലും എനിക്ക് നല്ല ക്യൂട്ടായി. ഇത് കുറച്ചധികം ഉണ്ട് ഗൈസ്. ഓക്കെ, കുറച്ചാണ് എനിക്ക്. നെക്സ്റ്റ് ഈ സ്ക്വിഷി പെൻ. ഇത് എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് പെന്നാണ് ഗൈസ്. ഇത് നമുക്കെല്ലാം സ്ക്വിഷി ആയിട്ട് കളിക്കാനും പറ്റും, അഥവാ എഴുതാനും പറ്റും ഗൈസ്. ഇത് പിടിക്കുമ്പോൾ എന്നോട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ക്വിഷിയാണ് ഗൈസ്. അപ്പോൾ ഇത് ലയണാണ്. അപ്പോൾ ഇതിനെ കാണാൻ കിട്ടുന്നത് പിങ്ക് ലയൺ. ഇതുപോലെ തന്നെ ഇതും നല്ല സ്ക്വിഷിയും പിടിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ്. പിന്നെ കുറച്ച് നോർമൽ പെൻസാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന കുറച്ച് നോർമൽ പെൻസ്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലത്തെ ഒരു സെറ്റ് പാൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഓരോ ദിവസം ഓരോ പാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വാപ്പച്ചി എനിക്കൊരു കുന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള ചീത്തയും എനിക്ക് എല്ലാ ദിവസം കേൾക്കാറുണ്ട് ഗൈസ്, എത്ര കൊണ്ടാലും മതിയാത്ത ഗൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇത് പെൻസിലാണ്. നമ്മളെ മോനെ എടുത്ത് ബാക്കി കുത്തി കാണിക്കണോ? രണ്ടൊക്കെ വേണ്ട. ഓക്കെ, നെക്സ്റ്റ്
വീണ്ടും കുറച്ച് പേനകളാണ്. ഇത് നമ്മുടെ സാധാ പേന, ഇത് ടിക് ടിക് പേന, ഇത് നമ്മളെ സ്നോഫ്ലേക്സ് ഇല്ലേ അതിൻ്റെ ഡിസൈനായുള്ള പേന, ഇത് വേറെ ടിക് ടിക് പേന. പിന്നെ ഇത് രണ്ടും എനിക്ക് എന്താ സാധനം എന്ന് മനസ്സിലായിണ്ടായിരുന്നില്ല. ഞാൻ വാപ്പ ഇതെന്താ സംഭവം, അപ്പോൾ വാപ്പയും കുറച്ച് തപ്പിപ്പഴിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒന്നാമത് ഞാൻ കാണിച്ചത് ഇതിൻ്റെ മൂടി ഞാൻ തുറന്നിട്ട് ഇതാണ് പേന സാധനം. ഇതിൻ്റെ ബാക്കിൽ ഗൈസ് കണ്ടൊരു ടോർച്ച് ഉണ്ട് ഗൈസ്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറോപ്ലെയിൻ ആണ് ഗൈസ്. ഞാൻ ആദ്യം മൂടി ഒരു കണ്ടപ്പോൾ എയറോപ്ലെയിൻ്റെ ലുക്ക് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നല്ല ഗൈസ് മനസ്സിലായത് എയറോപ്ലെയിനാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം, കുറച്ച് വെറൈറ്റി ആണ് ഇത്. ഞാൻ ഇതൊരിക്കും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്ര വലിയ പേന കൊണ്ട് വിചാരിച്ച് ഭയങ്കര കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൽ ക്യാപ്പൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ് ഗൈസ്. ഇതാണ് ഗൈസ് പേന. വേറെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ നമുക്ക് ഇതെടുത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതും കൂടി കാണിക്കാം. ഇത് സ്റ്റാപ്ലെയർ ആണ്, വലിയ സ്റ്റാപ്ലെയർ ആണ്, അതിൻ്റെ പിന്നും കാലിലൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നതൊക്കെ എൻ്റെ ഫേവറേറ്റ്, എനിക്ക് നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കാണുമ്പോൾ പെൺകുട്ടികളുടെ ബസ്സാണെങ്കിലും എനിക്കല്ല ഗൈസ്, ഇതെൻ്റെ ഉണ്ണിക്കാണ് ഗൈസ്. അപ്പോൾ വെച്ചാൽ എത്ര ബോക്സ് ആണ് ഇരിക്കുന്നത്, കഴിഞ്ഞ കാലത്തെയും കൂടി കൊണ്ടുവന്ന് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബോക്സ്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സ്. പിന്നെന്താണുള്ളത്, ഇറ്റ്സ് മൈ ഫേവറേറ്റ് ഗൈസ്. പെൺകുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഇത് തുറക്കുക, എന്നിട്ട് ഇതാക്കുക. ഇവിടെ നമുക്ക് കണ്ണാടി നോക്കാം. ഇവിടെ നമുക്ക് ഈ ചെറുപ്പം സ്മൂതി ചെയ്യാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇത് നല്ല ആവശ്യമാണ് ഗൈസ്. നമുക്ക് ഇവിടെ മേക്കപ്പ് ഒക്കെ ഒളിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണാടി നോക്കി പൂട്ടിയാക്കിടാം ഗൈസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫീച്ചർ. പിന്നെ സാധാരണ ബോക്സ് പോലെ ഇവിടെ ഇങ്ങനെ 2 കള്ളി ഇതാക്കട്ടെ കുറച്ച്. നെക്സ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്കെയിലാണ്. ഇതൊരു ലെറ്ററും ഇതൊക്കെ ആയിട്ടുള്ളൊരു വലിയ സ്കെയിലും ഇതും ഒരു വലിയ അടിപൊളി സ്കെയിലുമാണ് വരുന്നത്. അപ്പോൾ അത് അറിയിക്കാം. ഇനി നെക്സ്റ്റ് മൈ ഫേവറേറ്റ് കുറച്ച് ഇതാണ്. നമ്മളെ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താ സാധനം. പിന്നെ കാണിച്ചത് സിബ് കണ്ടപ്പോൾ നമ്മൾ ഫയലാണ് ഗൈസ്. ഇതിലെ എല്ലാ സ്ഥലങ്ങളും കൊള്ളും ഗൈസ്. അപ്പോൾ ഇതിൽ മാക്സിമം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിങ്ക് കളറാണ്. ഇനിയും ഉണ്ട് ഗൈസ് ഒരു പേർപ്പിൾ കളർ. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടിയിട്ടാണ് ഇത്ര സാധനങ്ങൾ. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയി ഗൈസ്. ഇത് കുറച്ച് മോസ്റ്റ് ഫേവറേറ്റ്സ്. ഇത് എൻ്റെ അല്ല, ഇതെൻ്റെ ഉണ്ണിയുടെയാണ് ഗൈസ്. ഓക്കെ, ഇതൊരു ലഞ്ച് ബോക്സ് ആണ്. ഇത് ഐദൂൻ്റെതാണ്, അതായത് ഒരു കുഞ്ഞിതാണ് വാപ്പ നമുക്ക് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഫോർക്കും സ്പൂണും ഉണ്ട്. പിന്നെ ഇതുപോലെ പാത്രമുണ്ട്. നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ചോറ് അതിൻ്റെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അടയ്ക്കാൻ പറ്റും. അതിൻ്റെ ടീച്ചേഴ്സൊക്കെ ഇതാക്കും. ഇത് ഓൺലൈനിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗൾഫിലാണെങ്കിൽ സ്ഥലം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആക്കാം. അപ്പോൾ ഓൺലൈനിൽ കിട്ടും, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല വിലവാണ്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വരുന്നത് എൻ്റെ ലഞ്ച് ബോക്സ് ആണ് ഗൈസ്. എൻ്റെ ലഞ്ച് ബോക്സ് എത്തിക്കണ്ടോ ഐദൂനെയും നല്ല വലിപ്പമുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം ഞാനിത് എന്താ സാധനം എന്ന് പറഞ്ഞിട്ട് പിന്നെ ലഞ്ച് ബോക്സ് കൊണ്ടുവരുന്നത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, വലുത് കിട്ടിയില്ല. അവസാനം തപ്പി പാപ്പൊക്കെ കിട്ടി ഗൈസ്. അപ്പോൾ നല്ല ഭംഗിയുള്ളുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. കളർ തീം എനിക്ക് പെർപ്പിളും പിങ്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെ പോലെ 2 ഫോർക്ക് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ട്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ള അടിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കറി വയ്ക്കാം, നമുക്ക് ചോറ് വയ്ക്കാം, അങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ, അതുപോലെ നല്ല വലുതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചോറൊക്കെ വയ്ക്കാം. ഓക്കെ, നമുക്ക് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതും ഐദൂൻ്റെയാണ് കിട്ടാൻ. ഇപ്പോൾ എനിക്കായിട്ട് അതില്ലാതെ വിചാരിക്കും, പക്ഷേ എനിക്ക് കുറച്ച് സാധനം ഗൈസ്. ഓക്കെ, ഇത് ഐദൂൻ്റെ ക്രയോൺസ് ആണ്. നമുക്ക് സ്കെച്ച് ഐറ്റംസ് ആണെന്ന് വേറെ അല്ലാണ്ട് ആവശ്യമില്ല. നമുക്ക് എന്താ ക്രയോണ് കളർ കോമ്പറ്റീഷനൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ക്രയോൺ ഇത് ഫുള്ളായിട്ട് നമുക്ക് കൊടുത്തു വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഐദൂനിൽ ഇപ്പോൾ ഒരു ക്രയോൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് കൊടുത്തു വിടുള്ളൂ. അപ്പോൾ നല്ല വലുത് കുറേ ഗൈസ്. ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബ്രഷ് പെൻസൊക്കെ വേണമെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലുണ്ട് ബ്രഷ് പെൻസ്. അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങാനായിരുന്നു ഉദ്ദേശം. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഗൾഫിൽ തന്നെ വാങ്ങുക. അപ്പം എന്തെങ്കിലും കൊണ്ടുവരുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഉണ്ടത്. അപ്പോൾ ഞാനിത് തുറന്ന് കഴിഞ്ഞ പക്ഷേ കഴിയുമ്പോൾ ഞാൻ എന്തായാലും വരയ്ക്കാം. ഞാൻ ഇതൊന്ന് വെച്ചേക്കാം. 2 സൈഡ് ഉണ്ട്. അപ്പോൾ 2 സൈഡ് ഉണ്ട് ഗൈസ്. ഞാൻ മെഹന്തി ഇട്ടാലും കാണില്ല ഗൈസ്. തിളങ്ങുന്ന സ്കെച്ച് ഗൈസ്. ഇതുപോലെ കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കൊരു ബ്ലൂ ഷീറ്റ് നോക്കാം. ഇതാണ് ബ്രഷ് പെന്നിൻ്റെ ബ്രഷ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് ബ്രഷ് പെൻ. ഓക്കെ, ഇത് നല്ല സിൽക്കി ബ്രഷ് പെൻസ് ആണ് ഗൈസ്. നല്ല അടിപൊളി കളർ ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കുറച്ച് കളേഴ്സാണ് ഇത്. കണ്ടോ കുറച്ച് കളേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഹ്യൂജ് വെട്ടിയാണ് ഗൈസ്. ഇതിൽ നമുക്കൊരു സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ഫിഷ് തീം എടുത്തതെന്ന് വിചാരിച്ചാൽ അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നത്. ഒന്ന് ഡിനോസേഴ്സും പിന്നെ ഇതാണ്. പിന്നെ കുറേ ഡിനോസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് ഫിഷ് പിടിച്ചു. അപ്പോൾ ഇതൊന്ന് തുറക്കാൻ നോക്കാം.
അങ്ങനെ നേരത്തെ തന്നെ കത്രിക ടെസ്റ്റ് ഞാനത് എങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് തുറന്നു ഗൈസ്. അപ്പോൾ ഇതിൽ വരുന്നത് ആദ്യം തന്നെ ബുക്ക് ശ്രദ്ധിച്ചില്ല, ബുക്ക് ചട്ടയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊരു ബുക്കുണ്ട്, പേജുകളുള്ളൊരു ബുക്ക്, വലിയ കാര്യം ബുക്കൊന്നുമല്ല, സാധാരണ ഒരു ബുക്ക്. പിന്നെ വീണ്ടും ഒരു ബോക്സ്, പിന്നെ ഇതിലുള്ളത് നമ്മളെ ഭാഗത്തൊരു കളറുണ്ട്. പിന്നെ വേറൊരു കുഞ്ഞി ബുക്ക് ഗൈസ്, ഒരു ബുക്കുണ്ട്. ഞാൻ സ്കെച്ചാക്കി വെച്ചിട്ട് എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ഗൈസ്. പിന്നെ പെയിൻറ്റ്സ് ഉണ്ട്, പിന്നെ പെയിൻറ്റ് ബ്രഷ് ഉണ്ട്. ഞാൻ അടുത്തോടെ തന്നെ വെക്കട്ടെ, അതിന് പിന്നെ ഒരു ഇതിൻ്റെ പെൻസിലുണ്ട്, ഇത് 3 എണ്ണം ഉണ്ട്. പിന്നെ ഒരു ഷാർപ്നർ ഉണ്ട്, പിന്നെ ഒരു ഇറേസറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലുള്ളത്. ഇനി നെക്സ്റ്റ് കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇതാണ് കാശിക്കുടുക്ക. അപ്പോൾ ഇത് ഐദൂൻ്റെ, ഇത് എൻ്റെയാണ് ഗൈസ്, എൻ്റെ പെണ്ണിൻ്റെ തീം. ഐദൂന് ഡിനോസർ, കുറേ ഡിനോസർ തീംസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അതാണ് ഡിനോസറും പിന്നെ ഈ പെണ്ണിൻ്റെതും വാങ്ങിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ട് ഉള്ള ഇതാണ്, താക്കോല് പെട്ടിയുടെ ഉള്ളിലാണ് ഗൈസ്. ഞാൻ അവിടെ കാണിച്ച് വയ്യ. അപ്പോൾ ഇത് തുറക്കാൻ പറ്റും, നമുക്ക് പൈസ ഇട്ട് വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തോടെ നമുക്ക് തുറക്കാം. ഇനി കുറച്ച് വാട്ടർ ബോട്ടിൽസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന സാധനം ക്യൂട്ട് സ്റ്റിക്കേഴ്സ്. ഇത് നമുക്ക് വാട്ടർ ബോട്ടിലുമ ഒട്ടിക്കാനുള്ളതാണ്. പക്ഷേ ഇതിൽ 1ാമത്തെ സ്റ്റിക്കർ കൊണ്ടാണ് ഞാൻ എടുത്തത്. അത് കണ്ടില്ല. അത് നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം, എന്നിട്ട് ഞാൻ അടുത്ത് പോകാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് വെറൈറ്റി ഒന്നും പറ്റില്ല. അടുത്ത വാട്ടർ ബോട്ടിലാണ്. ഇങ്ങനെ നമുക്ക് സിബ് ഉപയോഗിച്ചിട്ട് വലിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിൽ. പിന്നെ ഇത് ഡൈനോസേഴ്സിൻ്റെ ഒരു ലോകം തന്നെ പറയാം. വീണ്ടും ഡൈനോസർ. ഇതിങ്ങനെ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രോയിൽ കൂടെ വലിച്ച് കുടിക്കാം. എന്നിട്ട് ഇത് ലോക്ക് ചെയ്തേക്കാം. പിന്നെ വീണ്ടും ഒരു വാട്ടർ ബോട്ടിൽ ഗൈസ്. ഇത് നമ്മൾ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിൽ. ഈ 4 എണ്ണം എൻ്റെ അനിയനുള്ളതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇത്ര വാട്ടർ ബോട്ടിൽ ഒരാൾക്ക്? പക്ഷേ ഞാനും എടുക്കും ഗൈസ്. ഇത് വെച്ചാൽ അവർക്ക് ഇത്ര വാട്ടർ ബോട്ടിലിന് ആവശ്യമൊന്നുമില്ല ഗൈസ്, ഞാൻ എന്തായാലും എടുക്കും. ഇതാണ് ഗൈസ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് എന്താണ് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഗൈസ്. ഇല്ല ഗൈസ്, ഇത് എൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇത് നല്ല വലുതാണ് ഗൈസ്, നല്ല വലുതാണ്. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും അധികം സാധനങ്ങൾ ഇതൊന്ന് അവിടേക്ക് കാണിച്ചു കൊടുക്കാം. കണ്ടു ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയും കൂടിയിട്ട് ഇത്രയും അധികം സാധനങ്ങളാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ സോ ഹാപ്പിയാണ് ഗൈസ്. ഈ ഒരു അൺബോക്സിങ് വ്ളോഗ് എടുക്കാനായിരുന്നു ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത്. ഒരു സാധനം, ഓ മൈ ഗോഡ്, അത് ഒരിക്കലും മറക്കരുത്. അതിൻ്റെ അടിയിലായിപ്പോ ഗൈസ്. ഓക്കെ, ദിസ് ഇസ് മൈ ഡയറി ഗൈസ്. കണ്ടോ ഗൈസ്, ഈ കുപ്പിയും ഡയറൊക്കെ ഒരു സെയിം ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് അതിലുണ്ടായിരുന്ന ഒരു പെന്നാണ്, ടിക് ടിക്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ എടുത്താണ് ഗൈസ്. പിന്നെ ഒരാളുടെ ഡയറി ഒന്നും കാണിക്കാൻ പാടില്ല, എന്നാലും ഇത് എൻ്റെ വാപ്പാടെ അവിടുത്തെ ആരൊക്കെ എന്തോ ഒരാളെ ഇംഗ്ലീഷുകാരൻ എന്തോ ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടം ഗൈസ്. ഞാൻ പറ്റി പിന്നെ അത് ഞാൻ വെറുതെ ഇങ്ങനെ അടച്ചത് അത് ഗൈസ്. അങ്ങനെ മതി. ഓക്കെ, ഇങ്ങനത്തെ ഇത്. പിന്നെ എൻ്റെ ഉമ്മാരും ഇവരൊക്കെ സൈന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈ ഒരു ഡയറിയിൽ. അപ്പോൾ ഞാനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. 500 ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ് ഗൈസ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 500 ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലവ് തരാമെന്ന്. അങ്ങനെയല്ല, ഇവിടുത്തെ ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാർക്കൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്ന വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.